CPM കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ ബിയർ കുടിക്കുന്നുവെന്ന രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നടന്നു സൈബർ ലോകത്ത്. ഇതിനെ നിയമപരമായി നേരിടുമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്ത ജെറോം 24നോട് പറഞ്ഞത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ പരിപാടി വക്രീകരിച്ചു. CPMനെ അപമാനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ വ്യാജ പ്രചാരണമെന്നും ചിന്ത പറയുന്നു. അരുൺ രാജിൻ്റെ റിപ്പോർട്ട്. കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗമാവുകയാണ്. ആ ചിത്രത്തിനൊപ്പം CPMന്റെ സംസ്ഥാന കമ്മിറ്റി കൂടെ ചിന്ത ജെറോം, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിന്തയ്ക്ക് ഒരു വലിയ സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ ചിന്തയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു പ്രചരണം നടക്കുന്നത്? ഇത് CPMനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. കാരണം CPMന്റെ ആദ്യത്തെ സമ്മേളനം, ജില്ലാ സമ്മേളനം കൊല്ലത്ത് നടക്കുക. സംസ്ഥാന സമ്മേളനം ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയാണ്. അപ്പം ഞങ്ങൾ പൂർണ്ണസമയമായി ഇതിൻ്റെ സംഘാടനവും മറ്റു പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പാർട്ടിയുടെ സ്വന്തം സ്ഥലത്താണ് ഞങ്ങൾ ആ ജില്ലാ സമ്മേളനം നടത്തിയത്. ആദ്യമായിട്ടല്ല ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് CPM ഒരു സമ്മേളനം നടത്തുക എന്നുള്ളത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പാളയിലും അതുപോലെ തന്നെ പല ഉപകരണങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ചില്ലുകുപ്പിയിലേക്ക് വന്നപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്കിടയാക്കിയത് എന്തുകൊണ്ടാണ്? അത് ഈ ചില്ലുകുപ്പി കാണുന്നുടനെ അത് മറ്റെന്തോ ആണ് എന്നുള്ള ഒരു തോന്നൽ ഏതോ സുഹൃത്തിൻ്റെ തലയിൽ ഉദിച്ചതുകൊണ്ടായിരിക്കാം. മനോനിലയിലുണ്ടായ മാറ്റമാണ് എന്നുള്ള ഫേസ്ബുക്ക് വാചകം, അത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വാചകത്തിലേക്ക്? അല്ല, ഉറപ്പായിട്ടും അതല്ലേ. ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചൂടുവെള്ളം വേദിയിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. സൈബർ അതിക്രമം, അത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനപ്പുറം ചിന്തയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു സൈബർ ഇടത്തിൽ വലിയ രീതിയിലുള്ള അറ്റാക്ക്മെന്റ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫോട്ടോയിലടക്കം അത് ചിന്ത മാത്രമല്ല, എല്ലാ നേതാക്കന്മാരുടെ മുമ്പിലും ഇത്തരം കുപ്പികളുണ്ടായിരുന്നു, പ്രസിഡീയത്തിൽ അംഗങ്ങളുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ചിന്തയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയല്ല, ഒരു സ്ത്രീ എന്ന രീതിയിൽ കൂടി. ചിന്ത എന്നൊരു വ്യക്തിക്ക് നേരെ അല്ല, കാരണം ചിന്ത എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് നേരെയാണ്. അതെ, അവിടാണ് CPIM എന്നുള്ളതാണ് പലരെയും അലോസരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത്തരം കുപ്രചരണങ്ങളിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇടതുപക്ഷത്തോടുള്ള അന്ധമായ വൈരാഗ്യം, അതിനെന്തും ചെയ്യുക, എന്തും പറയുക. പുറത്തു നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു തെറ്റായ സന്ദേശം ഇത്തരം പ്രചരണങ്ങൾ വഴിവെക്കില്ലേ? വലിയ തോതിലുള്ള ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. പിന്നെ ഒരു ചെറിയ വിഭാഗം ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നവരൊക്കെ ചിലപ്പോൾ എന്താണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ അത് നിങ്ങളൊക്കെ ശരിയായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതൊക്കെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്തുക എന്നതായിരുന്നു CPMനെ സംബന്ധിച്ച് ലക്ഷ്യം വെച്ചത്. അതിന് ഇടയിലാണ് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുപോയത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിച്ച സാഹചര്യത്തിൽ നിയമ നടപടിയടക്കം സ്വീകരിക്കുമെന്നുള്ളതാണ് ചിന്ത ജെറോം വ്യക്തമാക്കുന്നത്.